ഹായ് ഫ്രണ്ട്സ്, ടൂറായിട്ട് പോവാം. ഞാൻ ആറാൻ പറയുന്നതാണ്. നടക്കാൻ പോകുന്ന കാര്യം ഞങ്ങൾക്ക് അറിഞ്ഞായിരുന്നു. നീ തിരിച്ച് കണ്ടിട്ടേ വരുമെന്ന് ഞങ്ങൾക്കറിയൂ. അതുമാത്രമല്ല, ആറാം മുറിക്കാൻ തുടങ്ങി. ഗേൾസ് അല്ല, ആരാണ്? എന്ത് പറ്റി? ജിമ്മിന് മുറിക്കാൻ തുടങ്ങി. എന്താടാ നീ ആ ഗേൾ മല കൈ വെച്ചിട്ടുള്ള എന്തിനും ഇങ്ങനെ മുറിക്കുന്ന? ഇങ്ങനെ മുറിക്കണം, എല്ലാവരും മുറിക്കായിരുന്നു. അങ്ങനായിട്ട് പറയാൻ തുടങ്ങി. ഇതാ ഇങ്ങോട്ട് ആറാൻ പറയാൻ തുടങ്ങി. നീ ഒരു മിനിറ്റ് ജിൻ, നീ കൊണ്ടുവരാ പോയിട്ട്. അങ്ങനെ ജിന്ന് പോയിട്ട് സാധാരണ കൊണ്ടുവന്നു. അങ്ങനെ ജിൻ പറയാൻ തുടങ്ങി, എന്താ ഇത് കഴിച്ചോ? ഇതെന്താ ഇത് മരുന്ന്? നിനക്ക് ഹ്യൂമൻ ആവാൻ പറ്റൂ, പിന്നെ നിനക്ക് ഹ്യൂമനായിട്ട് പറ്റും, മെർമിടാൻ പറ്റൂ. അത് നിനക്ക് എപ്പോൾ ആഗ്രഹം അതപ്പം നടക്കും. ഇതേ മരുന്നാണ് ജിന്ന് കണ്ടുപിടിച്ചതാണ്. എന്ത് ജിൻ കണ്ടുപിടിച്ചത്? അതെ അതെ, ഇത് കഴിച്ചു നോക്ക്. കഴിച്ചു. അങ്ങനെയായിട്ട് വാളെല്ലാം വരാൻ തുടങ്ങി. ഇപ്പോൾ തണിക്ക് തുള്ളിക്കോ. അങ്ങനെ ഇപ്പോൾ വാ നന്നായിട്ടുണ്ടല്ലേ അങ്ങനെ പറഞ്ഞു. ഇതെന്താ ഡിഫറൻസ്? നമുക്കിന്ന് മാരേജ്. ഇത് കണ്ട് ഹീറോയ്ക്ക് ഷാക്ക്. എന്ത് മാരേജാ? അപ്പോൾ ഗേളല്ലാരാ? അതല്ല, അത് വേറെ ആരുമല്ല, അത് ഞങ്ങൾ അനിയത്തിമാരാ. ഈ എന്ത്, നിങ്ങൾക്ക് അനിയത്തിയാ? അതെ അതെ അതെ, ഞങ്ങൾ അനിയത്തിയാണ് അങ്ങനെ പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായി. ശരി, ഓക്കെ. അങ്ങനെയായിട്ട് മാരേജ് നടക്കാൻ ജേഹബിൻ്റെ ഡാഡി പറയാൻ തുടങ്ങി. ശരി മക്കളെ, നിങ്ങളെ മാരേജ് ഓക്കെ. അങ്ങനെ ഹീറോയ്ക്കും ഹാപ്പി ആയി, എല്ലാവർക്കും മാരേജായി. അങ്ങനെ കടലിനടിയിലെല്ലാം പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയി ഒരു പ്രിൻസസ് ക്വീനായി മാറി. രാജാവ് പറഞ്ഞു, ഇനി നിങ്ങളാണ് പ്രിൻസ് കിങ്. അങ്ങനെ 7 കിങ്ങായി മാറി. അങ്ങനെ ഭയങ്കര ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയി ഭയങ്കര ഹാപ്പി ആയിരുന്നു, ജോളിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ പോയിട്ട് വരാമായിരുന്നു. ഹീറോമാരും പോയിട്ട് വരാം. ഇങ്ങനെ ഹീറോയിൻ്റെ കുതിര ഉണ്ടായിരുന്നു. അത് കുതിര പറഞ്ഞ ആ കുതിര എഴുതുന്നായിരുന്നു. കുതിരക്കും ഒരു പവർ ഉണ്ടായിരുന്നു, അത് സംസാരിക്കും. അങ്ങനെ ആ കുതിര പറയാൻ തുടങ്ങിയായിരുന്നു, എനിക്കും നിങ്ങൾ മരുന്ന് തരുന്നു ജിന്നി വെച്ച് ടോർച്ചർ ചെയ്യും. ഇന്ന് ആ കുതിര വെച്ചോ മരുന്ന്, ടാൻസ് മരുന്ന് കുടിച്ചു, അതൊരു വിഷായിട്ട് മാറി. ആഹാ എന്ത് ജോലി, എനിക്കെന്ത് ജോലി. എന്നാൽ ഫിഷ് പാട്ട് പാടാൻ തുടങ്ങി. ഫിഷായി മാറി കുതിര. അങ്ങനെ ആ കുതിരയെ ഫിഷായിട്ട് മാറി. അത് ഒണിക്കാൻ കുട്ടി ഫിഷായിട്ട് അങ്ങനെയായിട്ട് ഹാപ്പി ആയി തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ അനിയത്തി ഗുഡു ഓടി വന്നു. അങ്ങനെ ഒരു പ്ലേസൊക്കെ ഓടി വന്നായിരുന്നു. അങ്ങനെ അക്കോ ഇങ്ങനെ ഓടി വന്നു. അങ്ങനെ ബ്ലഡ് ആയിട്ട് വന്നു. അങ്ങനെയായിട്ട് രണ്ടുപേരും ഓടി വന്നായിരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാർ ഹീറോയിൻ്റെ അനിയത്തിമാരെ പിന്നെ അവളെ ഹസ്ബൻഡ് ഓടിച്ചു വന്നത്. അവളെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ജാസൻ. അങ്ങനെ ഓടി രണ്ടുപേർ വന്നു. അങ്ങനെ ആ കടലിൽ രണ്ടുപേർ താഴെ വീണു. ഇത് വി നോക്കി ഇത് അവൾ അനിയത്തിയാണല്ലോ. എന്ത് പറ്റിമ്മ മോളെ? റോസ് എന്ത് പറ്റി ഇവൾക്ക്? റോസ്ക്ക് അങ്ങനെ റോസിന് ജാക്സിനെ എടുത്തുകൊണ്ട് വന്നു. ഒരു പ്രശ്നമായിടാ. അങ്ങനെ ജിന്ന് വന്ന് മെഡിസിൻ വെച്ച് ഒരു മണൽ അവിടെ ഒരു തണ്ണിലും മുകളിലും ഉണ്ട്, താഴെയുണ്ട്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് കൊടുത്തു. അങ്ങനെ അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ എണിച്ചു. അയ്യോ ഇത് കേട്ടെ, നിങ്ങളാണോ? ദീദി ചേച്ചി എവിടെ? മിയ എവിടെ? മിയ എന്ത് പറ്റിയടി? റോസ് എന്തടി പറ്റി? ചേച്ചി നടന്ന കാര്യം പറയുന്നു. ഇപ്പോൾ വാഷ് ബാക്ക്. അങ്ങനെ ഹീറോയിൻ്റെ അനിയത്തിക്കും ജാക്സണിക്കും മാരേജായി. ഭയങ്കര സന്തോഷത്തിലുണ്ടായിരുന്നു. അതിലൊരു മന്ത്രി ജയിൽ ചാടിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛൻ അവിടുന്ന് അച്ഛനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തെന്ന് അച്ഛനെ പിടിച്ചു കൊല്ലാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് അവിടുത്തെ ഒരു അതിലൊരു മുത്ത് ഉണ്ടായിരുന്നു ഒരു ഗുഹയിൽ. അത് ഹീറോയ്ക്ക് മാത്രമേ അറിയൂ. എങ്ങനെ മേലെ ഹീറോയിനെ കൊണ്ടുവരാൻ എങ്ങനെയായിട്ട് ആ മന്ത്രി മിരട്ടിയായിരുന്നു ഹീറോയിൻ്റെ അച്ഛനെ. അങ്ങനെ ഹീറോയിൻ്റെ അനിയത്തിനെയും പിന്നെ ജാക്സനെ കൊല്ലാൻ പ്ലാൻ ചെയ്തു. അതൊന്നും നടന്നില്ല. എന്ത് ജയിലിൽ തേടിയാണ്? അപ്പോൾ പോയിസൺ. അതുമാത്രമല്ല, ഇവിടെ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു ഹീറോയിനെ. ശരി ഓക്കെ, ഇത് ഞാൻ ചെയ്തോളാം. അങ്ങനെ ഹീറോയി പ്ലാൻ ചെയ്ത് തുടങ്ങി. ശരി ഓക്കെ, നമ്മളെ പ്ലാന് ഓരോന്നും പ്ലാൻ ചെയ്തോണ്ട് ഹീറോയി ഭയങ്കര പ്ലാൻ ഇട്ടു. ശരി ഓക്കെ. അങ്ങനെയായിട്ട് ആ കൊട്ടാരത്തെ പിടിച്ചു വെച്ച് ഇപ്പോൾ അയാളാണ് അവിടുത്തെ രാജാവായി മാറിയിട്ട് ഇവിടെ എല്ലാം ഭയങ്കര കഷ്ടപ്പെടുകയായിരുന്നു. എല്ലാവരും മറിഞ്ഞു പോയിട്ട് ആ രാജാവിനെ പിടിച്ച് പോയിസൺ വെച്ച് ആ രാജാവിൻ പറഞ്ഞവനെ മയക്കി ജയിലിലിട്ട് നാളെ പളപ്പന്ന് അടിച്ച് അവനെ കൊന്നു. അവരോട് ബാക്കി അടുത്ത ടാർഗറ്റ് കുറച്ചാൾ പിടിച്ചവർ അകത്തിട്ടും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൊന്നു. ഹീറോയും ഭയങ്കര ഹാപ്പിയായി. ഇപ്പോൾ സോൾവായി. അച്ഛനെ രക്ഷിച്ച് അച്ഛൻ പറഞ്ഞു, ഒരുപാട് നന്ദിൻ്റെ മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയി ഭയങ്കര സന്തോഷത്തിലുണ്ടായിരുന്നു. ഹീറോയി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഹീറോമാർ അവിടെ ഇരുന്നുണ്ടായിരുന്നു.
ഹീറോയിൻ സംസാരിച്ച ദീദിനോട് ജോളി അനീത്തിനോട് കൂടെ സംസാരിക്കുക. ഹീറോയി ടക്കൊന്ന് മയങ്ങി വീണു. ഇത് അങ്ങ് ആറാൻ മുടി വന്നു. എന്ത് പറ്റി? ജിന്ന് പറയാം. ശരി ഞാൻ നോക്കിയോളാം. ജിന്ന് കണ്ണു വൈഡായി അങ്ങനെ ഞങ്ങളുടെ അച്ഛനാൻ പോകുന്നത് ജിന്ന് പറയാൻ തുടങ്ങി. ഇത് കേട്ട എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛൻ പറയാൻ തുടങ്ങി, അതെ ഇവിടെയുള്ള പ്രശ്നമാവുന്നുണ്ട്. അങ്ങനെയായിട്ട് ജാക്സനോട് പറഞ്ഞു. അങ്ങനെ ജാക്സൺ അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞു, മോളെ അതുകൊണ്ട് ജാക്സനക്കും അങ്ങനെ ജാക്സനോട് പറഞ്ഞു നടന്ന കാര്യം എല്ലാം സോൾവായി. ആ കൊട്ടാരത്തിൽ നല്ല കാര്യമായി. അങ്ങനെ ഹീറോയ്ക്ക് ഒരു ചേട്ടനുണ്ടായിരുന്നു. അവൻ വേറെ പ്ലേസിൽ പോയിട്ട് പഠിക്കാൻ പോയിരുന്നു. തിരിച്ചു വന്നു. അച്ഛാ എന്തു പറ്റി? എന്നെ നീ കൊട്ടാരത്തെ രാജാവായി മാറിക്കോൻ അച്ഛൻ അസിമാസം മകന് കൊടുത്തു. അച്ഛൻ അതന്നെ മകന് ഒരു സാധാരണ വീരനല്ല, എല്ലാം മാജിക് അറിയും. അതുകൊണ്ട് എന്ത് ആപത്ത് വന്നറിയും. ഹീറോയിൻ്റെ അച്ഛനക്ക് പറഞ്ഞു കൊടുത്തന്നെ. ചേട്ടനക്ക് ടെൻഷനായി. ശരി അച്ഛാ, അച്ഛന് വേണ്ടി എന്ത് പ്രശ്നം വന്നാൽ ഞാൻ സോൾവ് ചെയ്യാം. എൻ്റെ അനിയത്തിയോടെ നടന്ന കാര്യം പറഞ്ഞു. ശരി ഓക്കെ. അങ്ങനെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് ഇരുന്നു. അതുമത്തെ ജാക്സൺ പറഞ്ഞു, ജാക്സൺ എനിക്ക് ചേട്ടനുണ്ട്, ഞങ്ങൾ ഇവിടെ വരുന്ന അമ്മ എറുമ്പട് പ്ലേസിൽ ആരോ കാണാൻ പറ്റില്ല, ആര് കാണുമെന്ന് പറഞ്ഞാൽ അവിടേക്ക് മാത്രം മാജിക് ഒരു എറുമ്പട് പ്ലേസാണ്. അങ്ങനെ ഹീറോയിൻ്റെ അച്ഛനും എല്ലാവരും വന്ന് അവിടെ താമസിക്കുകയാണ്. ജാക്സൺ കൂടെ താമസിക്കുകയാണ്. ജാക്സൺ ഹീറോയിൻ ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ അവിടെ താമസിക്കുന്നത് ഹീറോയിൻ ഭയങ്കര വരുന്നതാണ്. ഹീറോയ്ക്ക് ടെൻഷന്. കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് കുട്ടിയെ ജനിച്ചായിരുന്നു. ഭയങ്കര കുറുമ്പായിരുന്നു. ഓർന്ന കുട്ടി 8 ബേബീസാണ്. 7 ബോയ്സ് ഒരു ഗേൾ ബേബി. ടെൻഷനായി ഹീറോയിൻ. എന്താ കറുത്തക്കേട് കാട്ടാ? ഇല്ല എന്ന് പറഞ്ഞു വാശിയിൽ കുടുകുടു ഓടിപ്പോയി. അങ്ങനെ മാത്രം എല്ലാവർക്കും മാജിക് മെഡിസിൻ കൊടുത്താണ്. അവർക്ക് എന്ത് വേണം മറ്റു കടലിൽ എല്ലാടിയിൽ പോകാൻ പറ്റും. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയ് ഇങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ് പറയാൻ തുടങ്ങി, കുട്ടികളെ മതി നിങ്ങൾ കുരുത്തക്കേട് കാട്ടിയത്. കുരുത്തക്കേട് കാട്ടിയത് മതി. ഈ ഫുഡ് കഴിച്ചോ? വേണ്ട അമ്മ ഇപ്പോൾ വീണ്ടും. അങ്ങനെ കുട്ടികൾ ഓടി കളിക്കായിരുന്നു. കുട്ടികൾക്ക് 7 വയസ്സ്. ഇപ്പം പറഞ്ഞിട്ടെ ഇങ്ങനെ അവിടേക്ക് വീണു. അയ്യോ വേറെ വരി നിൽക്കുന്നതെന്ന് എല്ലാവരും ഓടി വന്നു. പിന്നെ കുട്ടികൾ ജനിക്കാൻ പോകുന്നതായിരുന്നു. കുട്ടികൾ ജനിച്ചു. ഹാപ്പി എൻഡിങ്.